കൂട്ടുകാരെ ഇപ്പോൾ നല്ല പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ നെല്ലിയാമ്പതി പ്രദേശം മുഴുവൻ നമുക്ക് കാണാം. എറുമാടത്തിൽ കയറി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാം. നല്ല അടിപൊളി കാറ്റ്, സൂപ്പർ കാറ്റ്. കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാർ നമ്മൾ വന്നിരിക്കുന്നത് നെല്ലിയാമ്പതിയിലാണ്. അപ്പോൾ നെല്ലിയാമ്പതിയിൽ നല്ല അടിപൊളി ഓറഞ്ച് തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കോലഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂർ, വടക്കഞ്ചേരി, ആലത്തൂർ, പിന്നെ നെന്മാറയൊക്കെ കഴിഞ്ഞാണ് നമ്മളിവിടെ നെല്ലിയാമ്പതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ഓറഞ്ച് തോട്ടങ്ങളുടെ ഭയങ്കര ഒരു കൂട്ടുണ്ടെന്ന് കേൾക്കാനിടയായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ചാമ്പ ആണ് മുകളിൽ കാണുന്നത്. പക്ഷേ കായ്ച്ചിട്ടില്ല. അതിൻ്റെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ നല്ല അടിപൊളി മരത്തണലാണ്. കൂട്ടുകാരപ്പോൾ ഇതാട്ടോ മരമുന്തിരി, അതായത് മരത്തേൽ മുന്തിരി ഉണ്ടാവണത്. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, അത് മാത്രം കാണാം. കൂട്ടുകാരപ്പോൾ ഇതാണ് വട്ടനാരകം. പക്ഷേ ഇതിനകത്തും ഇപ്പോൾ നാരങ്ങയില്ല, മരം മാത്രമേ ഉള്ളൂ. കൂട്ടുകാർ ഇതപ്പം നെല്ലിയാമ്പതിയിലെ മറ്റൊരു ഓറഞ്ചാണ്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. പച്ച ഓറഞ്ച് അതിൻ്റെ ഇടയ്ക്ക് പഴുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കണ്ട ഓറഞ്ച് കണ്ടാൽ അടിപൊളിയായിട്ട് പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓറഞ്ച് ഉണ്ടായിട്ട് പച്ചച്ചും പഴുത്തും കിടക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ. സൂപ്പർ. കൂട്ടുകാരെ അപ്പോൾ ഈ പഴത്തിൻ്റെ പേരാണ് ബെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയും. നല്ല ഓറഞ്ച്, പച്ച, മഞ്ഞ കളറുകളിൽ അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റ് പറിച്ച് തിന്നാം. നല്ല മധുരം എന്നാണ് പറഞ്ഞത്. ബെസ്റ്റ് ഇന്ത്യൻ ചെറി. സൂപ്പർ. ചെറിയ പുളിപ്പോട് കൂടിയുള്ള മധുരം കേട്ടോ. ബെസ്റ്റ് ഇന്ത്യൻ ചെറി. കൂട്ടുകാരെ അപ്പോൾ ഇതാണ് ഏറുമാടത്തിൻ്റെ ഉൾവശം. തടിയിട്ട് പഴുതൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഏറുമാടം. സൂപ്പർ. ഇവിടെ നിന്ന് അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. അടിപൊളി നീലാകാശം. നല്ല അടിപൊളി ഡാലിയ പൂവ്. കൂട്ടുകാരെ അപ്പോൾ ഇതാണ് നെല്ലിയാമ്പതിയിലെ പാഷൻ ഫ്രൂട്ട് തോട്ടം. നല്ല അടിപൊളിയായിട്ട് പാഷൻ ഫ്രൂട്ടുകൾ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന മനോഹരമായ കാഴ്ച. സൂപ്പർ. ഇപ്പം നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് തോട്ടമാട്ടോ ഇത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷേ പഴുത്തിട്ടില്ല. പച്ച ഓറഞ്ചാണ് കേട്ടോ. മരം ചെറുതാണല്ലോ, ഓറഞ്ച് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി നിൽക്കുന്നത്.
കൂട്ടുകാരെ ഏക്കർ കണക്കിന് ആണ് ഇവിടെ ഓറഞ്ച് തോട്ടം ഉണ്ട്. ഇഷ്ടംപോലെ ഓറഞ്ച് തോട്ടമുണ്ട്, ഇഷ്ടം പോലെ. പക്ഷെ എല്ലാം പച്ച ഓറഞ്ചാന്ന് മാത്രം. പഴുത്ത് നിൽക്കണതേ ഏത് മാസം കാണാൻ പറ്റുന്നേ? ഡിസംബറിൽ. ഓ, ഡിസംബറിൽ വന്ന എല്ലാം ഇങ്ങനെ മഞ്ഞച്ചിരിക്കും. പെട്ടെന്ന് മഞ്ഞ കളർ വരും. ഓ, ഡിസംബർ ആകുമ്പോഴത്തേക്ക് എല്ലാം പഴുത്തിരിക്കും. അപ്പോൾ ഡിസംബറിന് ശരിക്കും വരണ്ട നമ്മളിവിടെ അല്ലേ? ഓ, ക്യാരറ്റ് ആയതല്ലേ? ഓ, ഓ, ഇപ്പോൾ ഡിസംബറിൽ നമുക്ക് അടിപൊളിയായിട്ട് കാഴ്ച കണ്ടുപോവാം. ഇത് ഏക്കർ കണക്കിനല്ലേ? ഒരു 10 ഏക്കർ കാണുമല്ലോ എല്ലാ സ്ഥലത്തും. ഡിസംബറിൽ നമ്മൾ ഫാം ഫെസ്റ്റ് നടക്കും. ഓ, എല്ലാം കളർഫുൾ ആയിരിക്കും. കാബേജ്, ക്യാരറ്റ്, ബീൻസ് ഒക്കെ വെച്ചിട്ട് കണ്ടില്ല. അപ്പോൾ ഡിസംബറിൽ നമ്മൾ സ്ഥലത്ത് ഫുള്ള് ബീൻസ് ആണ്. ഡിസംബറിൽ ശരിക്കും വരണ്ടേ അല്ലേ? അപ്പോൾ അടുത്ത ഡിസംബർ പ്ലാന്റിങ് തുടങ്ങിയിട്ടേ മഴ കിട്ടും. ആ, ശരിയാ. ഡിസംബറിൽ വന്നാലേ നമുക്ക് നല്ല കളർഫുൾ ആകത്തുള്ളൂ. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ ഡിസംബറിൽ വരാം നമുക്കിനി. കാറ്റസ് ഇതിൻ്റെ പേരിന് കൂട്ടുകാരെ, അപ്പോൾ കാറ്റസ് എന്ന് പറയുന്ന ചെടിയാണിത്. പിന്നെ ഓർക്കിഡുകളില്ലേ, അലങ്കാര ചെടികൾ. കാറ്റസ് ഇത്രയും വലുതാവൂലേ? ഉയ്യോ, ഇതൊക്കെ ഉയ്യോ വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചട്ടി മാറ്റി കൊടുക്കണോ? ഇതൊക്കെ എന്നതാ? നടാനുള്ളതാണതാ? ഇപ്പോൾ കയ്യിൽ മുള്ളുള്ളൂല്ലേ? ഗ്ലൗസ് ഇടും. ഓ, കൂട്ടുകാരെ, അപ്പം നെല്ലിയാമ്പതി നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് കാട്ടുപന്നികളൊക്കെ കുഞ്ഞുങ്ങളോട് കൂടി
കാട്ടിലിങ്ങനെ മേഞ്ഞു നടക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ പറ്റിയ കേട്ടാ. നല്ല അടിപൊളി കാട്ടുപന്നികൾ. പിന്നെ നോക്കിയപ്പോൾ ദേ മയിൽ വന്നു വരണം. ഒരു അടിപൊളി മയിൽ ദേ മന്ദം മന്ദം നടന്നു വരുന്ന മനോഹരമായ കാഴ്ച. അപ്പോൾ അത് നല്ല അടിപൊളി അനുഭവമായിരുന്നു. കാട്ടുപന്നികൾ, മയിൽ, പിന്നെ നോക്കിയപ്പോൾ ദേ കുരങ്ങുകൾ. എന്താ കഥ. അപ്പോൾ കാട്ടുപന്നി, മയിൽ, കുരങ്ങിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി പോണ വഴി. നമ്മുടെ നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് തോട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം വീഡിയോ എല്ലാവർക്കും നന്ദി പറഞ്ഞ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്. താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.